എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ടൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്റ്റിക്ക് ഊരി മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കണം. കുറച്ച് ഭാഗം റോൾ ചെയ്തതിന് ശേഷം നമുക്ക് വെളിയിലേക്ക് ഇതുപോലെ മടക്കി ഒന്നെടുക്കണം. ഇതുപോലെ ആ റോള് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. അങ്ങനെ നമ്മൾ ഫുള്ള് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്തേക്ക് കുറച്ച് ഫെവിക്കോളൂടെ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിക്കായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ അധികം ചെയ്തെടുക്കണം. നന്നായിട്ട് ടൈറ്റായിട്ട് ഇതുപോലെ പിരിച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വൈറ്റ് പേപ്പറിൽ ലീഫിൻ്റെ ഷേപ്പിൽ കുറേ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലീഫായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെട്ടിയെടുത്താൽ മാത്രം മതിയായിരിക്കും. ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്ലവറും സ്റ്റിക്കും ലീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കളറടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ലീഫിന് കളറടിച്ച് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഫെവിക്രിലിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് കളർ ബോട്ടിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് ഗ്രീൻ എടുക്കുന്നത്. കാരണം ഒരുപാട് ഡാർക്ക് ഗ്രീൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്നത് നന്നായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലീഫിൻ്റെ രണ്ട് വശത്തും നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. ഒരുപാട് ഡാർക്കായിട്ട് അടിക്കേണ്ട, ചെറുതായിട്ട് ലൈറ്റായിട്ട് അടിച്ചു വിട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ തണ്ടുകൾക്കും കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പൂക്കൾക്ക് കളർ അടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പൂക്കൾക്കെല്ലാം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ കളർ അടിക്കണം എന്നില്ല. നിങ്ങൾക്ക് ബോട്ടിലാണെങ്കിലും ഒട്ടിച്ചതിന് ശേഷം കളർ അടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പൂക്കൾക്കെല്ലാം കളർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ പൂക്കളും ഇലകളും തണ്ടുകളും എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിലേക്ക് ഈ തണ്ടുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തണ്ടുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോള് ഇതുപോലെ തണ്ടുകൾ ഒട്ടിക്കുന്നതിൻ്റെ ഷേപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ തണ്ടുകളും അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ തണ്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫെവിക്കോളൂടെ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുക. എന്നാലേ നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കത്തുള്ളൂ.
അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള തണ്ടുകളും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. എന്നാലും ഒരു ഫിനിഷിങ് ടച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും ഭംഗി. കാരണം ഫെവി ബോണ്ടും ഗ്ലൂ ഗണ്ണും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് വെളിയിലേക്ക് നിൽക്കും, അപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം നിങ്ങൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പം നമ്മൾ തണ്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൂക്കൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് എക്സസ് എമൗണ്ട് ഫെവിക്കോൾ എടുക്കരുത്, കുറച്ച് എമൗണ്ട് എടുത്താൽ മാത്രം മതി. അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. ഇതുപോലെ നമുക്ക് എല്ലാ പൂക്കളും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലേ വെച്ച് ചെയ്യുന്നതിൻ്റെ ആ സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബോട്ടിലാട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്തിട്ട് ഈ ഇലകളോട് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഫെവിക്കോൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി, നന്നായിട്ട് ഒട്ടി. ബോട്ടിലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.